ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് മൈ ചാനൽ. ഇന്ന് വന്നിട്ടുള്ളത് ഇതുപോലത്തെ ഒരു ബോ ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് കേട്ടോ. ഇത് വന്നിട്ട് ഞാനിതിൻ്റെ മെറ്റീരിയൽസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊരു ഓർഡർ കിട്ടിയായിരുന്നു കേട്ടോ. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. അപ്പോൾ ഫസ്റ്റ് ഞാൻ എടുത്തിരിക്കുന്നത് ഗ്ലോസ് ക്ലേൻ്റെ ബ്രോ ആണ് കേട്ടോ എടുത്തിരിക്കുന്നത്. പിന്നെ എടുത്തിട്ടുള്ളത് ഫ്ലവറാണ് കേട്ടോ. നമ്മുടെ ഫ്ലവർ എന്താ പറയാനാ ഫാബ്രിക് ഫ്ലവറാണ് എടുത്തിട്ടുള്ളത്. കളർഫുള്ളായിട്ടുള്ള ഫ്ലവേഴ്സാണ് കേട്ടോ. പിന്നെ ബട്ടർഫ്ലൈ എടുത്തിട്ടുണ്ട്, അതും ഫാബ്രിക് ബട്ടർഫ്ലൈ ആണ് കേട്ടോ. പിന്നെ എടുത്തിട്ടുള്ളത് ഹാഫ് സ്റ്റോൺ ആണ്. ഹാഫ് സ്റ്റോൺ വൈറ്റാണ് എടുത്തിട്ടുള്ളത്. വൈറ്റോ ഗോൾഡോ സിൽവറോ ഒക്കെ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പോൾ വൈറ്റാണ് ഉണ്ടായിരുന്നത്, അതുകൊണ്ട് ഞാൻ വൈറ്റാണ് എടുത്തത് കേട്ടോ. ഇതുപോലത്തെ ഫ്ലവറിൻ്റെ നടുക്ക് വന്നിട്ട് നമ്മൾ ഒരു ചെറിയൊരു റൗണ്ട് പോലെ കൊടുത്തിട്ടുണ്ടല്ലോ, അതിലാണ് നമ്മൾ ഈ സ്റ്റോൺ വെച്ച് ഒട്ടിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം. അതിനുശേഷം ഞാൻ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഗ്ലൂ എടുത്തപ്പോഴാണ് ഞാൻ ഗ്ലൂ നേരത്തെ ഉപയോഗിച്ചിട്ട് ക്യാപ്പ് ചെയ്യാതെ വെച്ചിരുന്നത് കേട്ടോ. അപ്പം ഗ്ലൂ എത്ര തന്നെ പ്രസ് ചെയ്തിട്ടും അന്ന് പുറത്തോട്ട് വരുന്നില്ല. ഇതെനിക്ക് ഒരിക്കലല്ല പറ്റിയത്, 2-3 പ്രാവശ്യം അബദ്ധം പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ മുട്ടുപിന്നുണ്ടല്ലോ, അത് വെച്ച് 2-3 പ്രാവശ്യം ഒന്ന് ആ ഹോളിലൊന്ന് കുത്തി കൊടുക്കും കേട്ടോ. അപ്പോഴേക്കും ആ എയർ പോയിട്ട് നമുക്ക് ആ ഗ്ലൂ തിരിച്ച് വരും കേട്ടോ. അപ്പോൾ ഇതുപോലെ ആർക്കെങ്കിലും ഇങ്ങനെ അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ ഗ്ലൂ ഒന്നും കട്ട് ചെയ്യാനൊന്നും നിൽക്കണ്ട, ഇതുപോലെ ഒന്ന് ചെയ്താൽ മതി. കറക്റ്റായിട്ട് ഗ്ലൂ പുറത്തോട്ട് വരും കേട്ടോ. അപ്പോൾ ഇതേപോലെ വന്നിട്ടുണ്ട്. പിന്നെ ഞാനിതുപോലെ ഗ്ലൂ പെന്നാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഗ്ലൂ ഒന്ന് ഇതിലിങ്ങനെ സ്റ്റിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ആ സ്റ്റോണൊക്കെ ഈസി ആയിട്ട് എടുക്കാൻ പറ്റും കേട്ടോ. നമ്മൾ കയ്യിലൊന്നും ആവാതെ നമുക്ക് ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. അതിനുശേഷം ഗ്ലൂ ഒന്ന് തേച്ച് അതിൻ്റെ റൗണ്ടിലൊന്ന് തേച്ച് കൊടുക്കുക. നമ്മൾ ഈ എന്താ പറയുക ആ സ്റ്റോൺ എടുത്ത് അതിലൊന്ന് ഒട്ടിച്ചു കൊടുക്കുക, അത്രയേ ഉള്ളൂ. പിന്നെ നമുക്ക് ഈ ബട്ടർഫ്ലൈ ഒന്ന് സുന്ദരിയാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഗോൾഡ് ബീഡാണ് എടുത്തിട്ടുള്ളത്. ആ ഗോൾഡ് ബീഡ് വെച്ചിട്ട് ഒന്ന് സൂചി നൂലും വെച്ചിട്ട് ഒന്ന് തച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ നല്ല ഭാഗം ഒന്ന് നോക്കിയതിന് ശേഷം അടിയിൽ കൂടെ സൂചി കുത്തി പുറത്തോട്ടെടുത്ത് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഹോൾ ഫ്രണ്ടിൽ വരാതെ നോക്കണം കേട്ടോ. പിന്നെ ഞാൻ ഗ്ലൂ ഗണ്ണാണ് എടുത്തിട്ടുള്ളത്. ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് പിന്നെ നമുക്കിത് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഗ്ലൂ ഗണ്ണ് ചൂടായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഗ്ലൂ തേച്ച് കൊടുത്തതിന് ശേഷം ഓരോന്ന് വീതം ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഏതെങ്കിലും കളർ അങ്ങനെയൊക്കെ എടുത്ത് വെച്ച് കൊടുത്താൽ മതിയായിരിക്കും. എന്നുവെച്ചാൽ ഇത് കളർഫുള്ളായിട്ടിരിക്കുന്ന ബോ ആണല്ലോ. അപ്പോൾ ഇന്ന കളർ തന്നെ വേണമെന്നൊന്നുമില്ല, നമുക്കിഷ്ടമുള്ള ബോ കളേഴ്സ് എടുത്തൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ല ഭംഗിയാണ് കേട്ടോ. ഒരു സൈഡ് ഫുള്ള് ഞാനിങ്ങനെയാണ് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ ഫ്ലവർ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അപ്പുറത്തെ സൈഡിലാണ് ബട്ടർഫ്ലൈ ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അപ്പുറത്തെ സൈഡിൽ വന്നിട്ട് ഞാനിങ്ങനെ 3 ബട്ടർഫ്ലൈ ആണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതിന് ശേഷം ഇതുപോലത്തെ ഫ്ലവർ 2-3 കൂടെ വെച്ച് കൊടുക്കണം. അപ്പോഴേക്കും അത് സെറ്റായി കിട്ടിക്കോളും കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ ഇത് കാണാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ എല്ലാവരും ഇതേപോലത്തെ ബോയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ബോ റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട്, പിന്നെ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ ഹെയർ അക്സസറീസിൻ്റെ ഇഷ്ടപ്പെടുന്നവർക്കും പിന്നെ ബോസൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇനിയും ഇതുപോലത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.